ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇറച്ചി മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടുള്ള റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നീളത്തിലുള്ള ഒരു 10-14 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നേർമേലാണ്, അല്ലാതെ കട്ടില്ലാതെ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് അധികം മൂക്കാത്ത പിഞ്ച് കോവയ്ക്കയാണ്. പച്ചയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ മുറിച്ച കോവയ്ക്കയിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 3/4 ടീസ്പൂണ് ഉപ്പ്, ഇതൊക്കെ കൂടി ഇട്ടെടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലോണം കൂട്ടി കുഴച്ച് മിക്സാക്കുക. ഇത് ഭർത്താവിൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കോവയ്ക്ക. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോവയ്ക്കേൻ്റെ വള്ളിയൊക്കെ മാറ്റുന്ന സമയത്ത് ഈ പിഞ്ച് കോവയ്ക്ക് കൂടി പറിച്ചതാണ് കേട്ടോ. അതാണ് ഇത്രയും മൂക്കാത്ത കോവയ്ക്ക കിട്ടിയത്. ഇപ്പോൾ ഇതൊക്കെ കൂടി കുഴച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്നവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ സമയത്ത് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോരോ കോവയ്ക്കേൻ്റെ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിട്ടെടുത്ത് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം തിരിച്ചിട്ടെടുത്താൽ മതി. മറ്റേ അതിൻ്റെ മേലുള്ള കോട്ടിങ്ങൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതിൻ്റെ മുന്നേ കോവയ്ക്ക കടലപ്പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തത് വീഡിയോയിലിട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചു മറിച്ചതുപോലെ മൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് തമ്മിലിങ്ങനെ പറ്റി നിൽക്കണതുണ്ടാവും. അതൊക്കെ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുക. ഇങ്ങനെ കൂടി നിൽക്കണതൊക്കെ ഇങ്ങനെ അതേപോലെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല മൊരിച്ചെടുക്കുക. ഇപ്പം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. കണ്ടില്ലേ, നല്ല മൊരിച്ചിലോട് കൂടിയിട്ട് നല്ല കളറിൽ നല്ല മീൻ വറുത്തതുപോലെ ഇല്ലേ കാണുമ്പോൾ. ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ കോവയ്ക്ക കൊണ്ട് മെഴുക്ക് പരട്ടിയും തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ ഒരു ഫ്രൈ ചെയ്തിക്കുകയാണെങ്കിൽ പിന്നെ കോവയ്ക്ക തീരെ ഒഴിവാക്കില്ല കേട്ടോ. പിന്നെ എന്നും കോവയ്ക്ക വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ തോന്നും. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കുമ്പോഴേ അതിൻ്റെ രുചി അറിയുള്ളൂ. അപ്പം പിന്നെ കോവയ്ക്ക തീരെ ഒഴിവാക്കില്ല. ഇതിപ്പോൾ നല്ലോണമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി എണ്ണയിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ കോവയ്ക്ക ഒരുവിധം ആർക്കും ഇഷ്ടപ്പെടാത്തൊരു പച്ചക്കറിയാണ്. ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഏത് ഇഷ്ടമില്ലാത്തവരും ഇഷ്ടപ്പെടും കേട്ടോ. മുളകും കറിവേപ്പിലയും മൂത്തിട്ട് ഈ ഫ്രൈയിലേക്ക് തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കോവയ്ക്ക വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫ്രൈ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.